ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമായ കുഞ്ഞുങ്ങളെ, നിങ്ങളെ ഏവരെയും പ്രഭാത വചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ധ്യാന വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് ന്യായാധിപന്മാർ. ഈ പുസ്തകത്തിൽ 21 അധ്യായങ്ങളും 618 വാക്യങ്ങളും ആണ് ഉള്ളത്. ശമൂവേൽ പ്രവാചകനാണ് ഈ പുസ്തകം എഴുതിയത് എന്ന് വേദപണ്ഡിതന്മാർ പറയുന്നു. ബൈബിളിലെ ന്യായാധിപന്മാർ, ജഡ്ജസ്, പഴയ നിയമത്തിൽ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ കൂടുതലായി കാണാം. ഇതിൽ 12 ന്യായാധിപന്മാരെയാണ് നാം ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ കാണുന്നത്. യോശുവയുടെ മരണത്തിന് ശേഷം ഇസ്രായേൽ ഗോത്രങ്ങളെ ഒരുമിപ്പിച്ച് നയിച്ചിരുന്ന നേതാക്കളെയാണ് ന്യായാധിപന്മാർ എന്ന് വിളിക്കുന്നത്. അവർ വെറും നിയമപരമായി വിധികൾ പറയുന്നവരല്ലായിരുന്നു. അവർ ദേശത്തെ രക്ഷിച്ച നേതാക്കളായിരുന്നു, യോദ്ധാക്കളായിരുന്നു, ആത്മീയ നായകന്മാർ ആയിരുന്നു. പ്രധാന ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ പറയുന്നത് ഒന്നാമത്തേത് ഒത്നിയേലാണ്, രണ്ടാമത്തേത് ഏഹൂദാണ്, മൂന്നാമത്തേത് ദെബോര, അതായത് ഏക വനിതാ ന്യായാധിപ, നാലാമത്തേത് ഗിദെയോൻ, അഞ്ചാമത്തേത് തോള, ആറാമത്തേത് യായീർ, ഏഴാമത്തേത് ഇഫ്താഗ്, എട്ടാമത്തേത് ഇബ്സാൻ, ഒൻപതാമത്തേത് ഏലോൻ, പത്താമത്തേത് അബ്ദോൻ, 11ാമത്തേത് ശിംഷോൻ, 12ാമത്തേത് ശങ്കാർ, 13ാമത്തേതും അവസാനത്തേതുമായ ന്യായാധിപൻ ആയിരുന്നു ശമൂവേൽ. അത് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ 1 ശമൂവേലിൻ്റെ പുസ്തകത്തിൽ ആണ് നമ്മൾ ശമൂവേൽ പ്രവാചകനെ കാണുന്നത്. ഇവരെ കൂടാതെ അബ്രഹാം, മോശ, യോശുവ എന്നിവരും ന്യായാധിപന്മാരായി ഉണ്ടായിരുന്നുവെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. യോശുവയുടെ കാലത്തിന് ശേഷം ശൗൽ രാജാവിന് മുമ്പ് BC 1200-നും 1050-നും ഇടയ്ക്ക് ആയിരുന്നു ഇവർ ഭരിച്ചിരുന്നത്, ഇസ്രായേൽ ജനങ്ങളെ നയിച്ചിരുന്നത്. അന്ന് ഇസ്രായേലിൽ രാജാക്കന്മാർ ഉണ്ടായിരുന്നില്ല. പ്രധാന ന്യായാധിപന്മാരുടെ ചരിത്രവും പ്രവൃത്തിയും നമുക്ക് ഒന്ന് നോക്കാം. ഒന്നാമത്തേത് ഒത്നിയേൽ. ന്യായാധിപന്മാരുടെ പുസ്തകം 3-ാം അധ്യായം 7 മുതൽ 11 വരെയുള്ള വേദഭാഗത്ത് ഇദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കാലേബിന്റെ സഹോദരൻ കെനാസിന്റെ മകനായിരുന്നു. ആരാം രാജാവായ കുഷാർ റിശാദയും കൈയടക്കിയ ഇസ്രായേലിനെ മോചിപ്പിച്ചു. യഹൂദ ഗോത്രക്കാരനായിരുന്നു. 40 വർഷം ദേശത്ത് സമാധാനത്തിൽ ആക്കിയ ആളാണ് ഒത്നിയേൽ. രണ്ടാമത്തെ ആള് ഏഹൂദ്. ന്യായാധിപന്മാരുടെ പുസ്തകം 3-ാം അധ്യായം 12 മുതൽ 30 വരെയുള്ള വേദവാക്യത്തിൽ ഇദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇടത് കൈയുള്ളവൻ ആയിരുന്നു. മോവാബ്യരുടെ രാജാവായ എഗ്ലോനെ തന്റെ വാളുകൾ കൊണ്ട് കൊന്നു. ഇസ്രായേൽ 80 വർഷം മോവാബ്യരുടെ കീഴിൽ കഴിഞ്ഞതിൽ, അതായത് മോവാബ്യരുടെ അധീനതയിൽ പെടാതെ കാത്തു സൂക്ഷിച്ച വ്യക്തിയാണ് ഇദ്ദേഹം. അടിമത്തത്തിൽ നിന്നും മോചിതരാക്കി കഴിയാൻ സഹായിച്ച ആളാണ് ഈ ന്യായാധിപൻ. മൂന്നാമത്തെ ആള് ദെബോര. അതായത് ന്യായാധിപന്മാരുടെ പുസ്തകം 4-ാം അധ്യായവും 5-ാം അധ്യായവും നോക്കുമ്പോൾ നമുക്ക് ഇത് കാണുവാൻ സാധിക്കും. ഏക വനിതാ ന്യായാധിപ, പ്രവാചകിയും ആയിരുന്നു. സിസേര എന്ന കനാന്യരുടെ സേനാധിപതിക്കെതിരെ ബാരാക്കിനൊപ്പം യുദ്ധം ചെയ്ത ആൾ. യായേൽ സിസേരയെ കൂടാരത്തിൽ വെച്ച് കൊന്നു. അവളുടെ കാലത്ത് 40 വർഷം ദേശത്ത് സമാധാനമുണ്ടായി എന്ന് നമുക്ക് വേദപുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാകും. 4-ാമത്തെ ആളാണ് ഗിദെയോൻ. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം മുതൽ 8 വരെയുള്ള വേദഭാഗം വായിക്കുമ്പോൾ ഗിദെയോനെ കുറിച്ച് നമുക്ക് മനസ്സിലാവും. മിദ്യാന്യരുടെ അധിനിവേശത്തിൽ നിന്ന് ഇസ്രായേലിനെ മോചിപ്പിച്ച ആളാണ്. 300 പേരുമായി വലിയ സൈന്യത്തെ തോൽപ്പിച്ചവനാണ്. യഹോവയാണ് സമാധാനം എന്ന പേരും അദ്ദേഹം നൽകിയിട്ടുണ്ട്. 40 വർഷം ദേശത്ത് സമാധാനം നൽകിയവനാണ് ഈ ഗിദെയോൻ. 5-ാമത്തേത് തോള. ന്യായാധിപന്മാരുടെ പുസ്തകം 10-ാം അധ്യായം 1-2 വാക്യത്തിൽ തോളയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 21 വർഷം ന്യായാധിപനായി ദേശത്ത് സമാധാനം നിലനിർത്തിയെന്ന് നമുക്കറിയാം. 6-ാമത്തേത് യായീർ. ന്യായാധിപന്മാരുടെ പുസ്തകം 10-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വേദഭാഗത്ത് ഇദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. 22 വർഷം ന്യായാധിപനായി പ്രവർത്തിച്ചു. 30 പുത്രന്മാർ അവന് ഉണ്ടായിരുന്നു. 30 കഴുതകൾ അവന് ഉണ്ടായിരുന്നു.
30 പട്ടണങ്ങൾ യായീറിന്റെ പേരിൽ അറിയപ്പെട്ടു. 7-ാമത്തത് യിഫ്താഹാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 11-12 അധ്യായങ്ങൾ വായിക്കുമ്പോൾ നമുക്കിത് മനസ്സിലാക്കുവാൻ സാധിക്കും. 6 വർഷങ്ങൾ ന്യായാധിപനായി പ്രവർത്തിച്ചു. അവൻ ഒരു വേശ്യയുടെ മകനായിരുന്നു. ആദ്യം നാട്ടുകാർ അവനെ പുറത്താക്കി. പിന്നീട് അമോര്യർക്കെതിരെ പോരാടുവാൻ നേതാവായി വിളിച്ചു. വിജയം നേടിയേ ആദ്യമായി വീട്ടിൽ എത്തുമ്പോൾ എന്നെ എതിരേറ്റ് വരുന്ന ആളിനെ യഹോവയ്ക്ക് ബലിയർപ്പിക്കുമെന്ന് വാഗ്ദത്തം ചെയ്യുകയും തൻ്റെ മകളെ ബലിയർപ്പിക്കുകയും ചെയ്ത ആളാണ് ഈ യിഫ്താഹ് എന്ന് പറയുന്ന ന്യായാധിപൻ. 8-ാമത്തെ ആളെന്ന് പറയുന്നത് ഇബ്സാൻ. ന്യായാധിപന്മാരുടെ പുസ്തകം 12-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യം നാം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. 7 വർഷങ്ങൾ ന്യായാധിപനായി കഴിഞ്ഞു. 30 പുത്രിമാർക്കും വിവാഹ ബന്ധങ്ങൾ ഒരുക്കിയവനാണ് ഇദ്ദേഹം. 9-ാമത്തെ ആള് ഏലോൻ. ന്യായാധിപന്മാരുടെ പുസ്തകം 12-ാം അധ്യായം 11-12 വാക്യങ്ങളിൽ ഇദ്ദേഹത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. 10 വർഷം ന്യായാധിപനായി പ്രവർത്തിച്ചു. സെബൂലൂൻ ഗോത്രത്തിൽ നിന്നും ഉള്ളവനായിരുന്നു. സമാധാന ഭരണകാലമായിരുന്നു ഇദ്ദേഹം നയിച്ച സമയത്ത്. അടുത്തത് 10-ാമത്തെ ആളാണ് അബ്ദോൻ. ന്യായാധിപന്മാരുടെ പുസ്തകം 12-ാം അധ്യായം 13 മുതൽ 15 വരെയുള്ള വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് ഇദ്ദേഹത്തെക്കുറിച്ച് കാണുവാൻ സാധിക്കും. 8 വർഷം ന്യായാധിപനായി പ്രവർത്തിച്ചു. 40 പുത്രന്മാർ, 30 കൊച്ചുമക്കൾ. എല്ലാവരും കഴുതപ്പുറത്ത് സഞ്ചരിച്ചിരുന്നതായി പറയുന്നു. 11-ാമത്തെ ആള് ശിംശോനാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 13 മുതൽ 16 വരെയുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ നമുക്കിത് മനസ്സിലാകും. 20 വർഷം ന്യായാധിപനായി പ്രവർത്തിച്ചു. ഏറ്റവും പ്രശസ്തനായ ന്യായാധിപൻ. ജനനം മുതൽ നാസീറായിരുന്നു. തലമുടി മുറിക്കാതെയും വീഞ്ഞ് കുടിക്കാതെയും ജീവിക്കാൻ നിയോഗിക്കപ്പെട്ടവനായിരുന്നു. സിംഹത്തെ കൈകൊണ്ട് കീറിയവനായിരുന്നു. കഴുതയുടെ താടിയെല്ലുകൊണ്ട് 1000 പേരെ കൊന്നവനായിരുന്നു. ദലീലയോട് തോറ്റു. തലമുടി വെട്ടിക്കൊടുത്തപ്പോൾ ശക്തി നഷ്ടപ്പെട്ടവനായിരുന്നു. ദലീല ആരായിരുന്നു എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അവസാനം ദാഗോൻ ദേവാലയം തകർത്തുകൊണ്ട് ഫെലിസ്ത്യരെ രാജാക്കന്മാർ സഹിതം കൊന്ന് അതോടൊപ്പം സ്വയം മരിച്ചവനാണ് ശിംശോൻ. 12-ാമത്തത് ശങ്കാർ എന്ന് പറയുന്നതാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 3-ാം അധ്യായം 31-ാം വാക്യത്തിൽ ഇദ്ദേഹത്തെ കുറിച്ച് പറയുന്നുണ്ട്. അന്നത്തെ ഫെലിസ്ത്യർക്ക് എതിരായി പൊരുതിയവൻ. ഒരു കാളയെ ഓടിക്കുന്ന കൊമ്പുകൊണ്ട് 600 ഫെലിസ്ത്യരെ കൊന്നവനാണ്. അടുത്തതാണ് ഇപ്പോൾ 12 പേരുമായി അടുത്തത് 13-ാമത്തെ ആള് ശമൂവേൽ പ്രവാചകൻ. ന്യായാധിപന്മാരുടെ കാലത്തിന്റെ അവസാനമായി പ്രവർത്തിച്ചവൻ. പ്രവാചകനും പുരോഹിതനും ന്യായാധിപനുമായിരുന്നു. ശൗലിനെ ആദ്യ രാജാവായി അഭിഷേകം ചെയ്തതും ഈ ശമൂവേൽ പ്രവാചകൻ തന്നെയാണ്. അവസാനമായി പറയുമ്പോൾ ന്യായാധിപന്മാർ രാജാക്കന്മാരെ പോലെ സ്ഥിരമായ ഭരണാധികാരികൾ ആയിരുന്നില്ല. രാജ്യത്ത് പ്രതിസന്ധി നേരിടുമ്പോൾ ദൈവം വിളിച്ചുണർത്തിയ നേതാക്കളായിരുന്നു അവർ. ഓരോരുത്തരും ഇസ്രായേലിനെ ശത്രുക്കളിൽ നിന്നും മോചിപ്പിക്കുകയും ദൈവത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു. പലരും തുടർച്ചയായി ഭരിച്ചില്ല. പലപ്പോൾ ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത ന്യായാധിപന്മാർ ഒരേ സമയം പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് നമ്മുടെ വേദപണ്ഡിതന്മാർ പറയുന്നു. അബ്രഹാമും മോശയും യോശുവയും ന്യായാധിപന്മാരായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നും നമുക്ക് എവർക്കും അറിയാം. ആകെ പഴയ നിയമത്തിൽ 13 ന്യായാധിപന്മാരെ ആണ് നാം കാണുന്നത് ന്യായാധിപന്മാരുടെ നാമത്തിൽ. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.